മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു രാജി. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് നിർണായക നീക്കം. രാജിക്കത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ ബിരേൻ സിംഗ് അഭ്യർത്ഥനകൾ മുന്നോട്ട് വെച്ചു. മണിപ്പൂരിലെ സംഘർഷഭരിതമായ ദിനങ്ങൾ. പ്രതിപക്ഷത്തിനൊപ്പം രാജിക്കായി ഭരണപക്ഷത്തിൽ നിന്നും ആവശ്യം. കലാപം തുടങ്ങി 1.5 വർഷത്തിന് പിന്നാലെ ഒടുവിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജി. ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് നീക്കം. BJP MP സംബിത് പത്ര, BJP സംസ്ഥാന അധ്യക്ഷ എ ശാരദാദേവി, 19 BJP MLA എന്നിവർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന രാജിക്കത്തിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. മണിപ്പൂരിന്റെ പ്രാദേശിക സമഗ്രത നിലനിർത്തണം. നുഴഞ്ഞുകയറ്റം തടയുന്നതിനും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുമുള്ള നയം രൂപീകരിക്കണം. മയക്കുമരുന്നിനും നാർക്കോ ഭീകരതയ്ക്കുമെതിരായ പോരാട്ടം തുടരണം. ബയോമെട്രിക് ഉപയോഗിച്ചുള്ള FMRന്റെ കർശനവും സുരക്ഷിതവുമായ പരിഷ്കരിച്ച സംവിധാനം തുടരണമെന്നീ നിർദ്ദേശങ്ങളും രാജിക്കത്തിൽ മുന്നോട്ട് വെച്ചു. നാളെ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിനിടെയാണ് ബിരേൻ സിംഗിന്റെ രാജി. മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കും. മണിപ്പൂർ സംഘർഷത്തിൽ രാജ്യമൊട്ടാകെ രാജിക്കായി മുറവിളി ഉയർന്നപ്പോഴും പിടിച്ചുനിന്ന ബിരേൻ സിംഗാണ് ഒടുവിൽ പടിയിറങ്ങുന്നത്. രാജിക്കത്തിലും കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വച്ചാണ് എൻ ബിരേൻ സിംഗ് കളമൊഴിയുന്നത്. വിനീത VG 24 ഡൽഹി.